ടവറിന് ചെരുപ്പാങ്ങ വന്നാ ശരിക്കും പേര് പറയല്ലടാ. കാര്യം കറക്റ്റ് പറഞ്ഞു. നമ്മള് 5-6 ആളുണ്ട്. ടവറും ഡൽഹി മുന്നിൽ പോയി. ഇപ്പൊ ഞാനും പ്രണുണ്ട്, റൌഫുണ്ട്, ഞങ്ങളെല്ലാരും ഉണ്ട്. ചെരുപ്പ് വാങ്ങുന്നു. വീട്ടിൽ പോയി ഷിപ്പ് കിട്ടിയില്ല. ഷിപ്പ് കിട്ടിയില്ല. കോഴിക്കോട് കുടുംബക്കാരെ വീട്ടിൽ പോയി. പോകുന്ന വഴിയൊന്നും അറിയില്ല. ഞാൻ എന്നിട്ട് വണ്ടി എടുത്തിട്ട് കാർ എടുത്തിട്ട് ഒരു വീട്ടിൽ കൊണ്ടാക്കി. എവിടെ? ലക്ഷദ്വീപിലോ? അല്ല, ലക്ഷദ്വീപിൽ എങ്ങനെ വീട്ടിൽ കൊണ്ടാക്കി. കൊണ്ടായി ഞാനാകെ 200 റുപ്യന്റെ ഓട്ടാ. ഞാൻ 70 മാത്രമേ വാങ്ങിയുള്ളൂ. എന്നിട്ടിപ്പോ ഇങ്ങനെ ബന്ധമില്ലാന്ന് പറഞ്ഞിട്ട് എന്നോട് അരമണിക്കൂർ അങ്ങോട്ടേക്ക് മാത്രം 1/2 മണിക്കൂർ. അത് കാറിൽ AC കൊണ്ടാക്കി. അത് പെരും മഴ. ടവറിന് പറ്റിയ ചെരുപ്പൊന്നും കിട്ടുന്നില്ല. വലിയ കാലമായോണ്ട് ചെരുപ്പൊന്നും കിട്ടുന്നില്ല. വൈറ്റ് മതി, വൈറ്റ്. പറ. ഇതെന്തിനാ? ടവറിനൊരു ചെരുപ്പല്ല, റൌഫ് ഭാവിയിൽ കൊച്ചിനോടുള്ള ചെരുപ്പാണ്. തലമുട്ടല്ലോ. ഒരാള് വന്നത് ടവറിന് ഇവിടെയും കിട്ടിയില്ല, ഡ്രസ് കിട്ടിയില്ല. സോറി, സൈസിനകത്ത് ചെരുപ്പ് കിട്ടിയില്ല. കടക്കാരൻ ഊക്കി. എങ്ങനെ ഊക്കിയാടാ? ഐറ്റിൽ വെച്ച് ഊക്കി. എങ്ങനെ? ടവർ നീളം കാരണം കടക്കാരൻ അയാൾ കടലിൽ സീലിംഗ് വെച്ച് അളന്നു. കറക്റ്റ് അളവ്. ടവർ തന്നെ തല മുട്ടി. ടവർ ഊബി പക്കത്തിന് നീളത്തിലും ഇവന്റെ നീളത്തില് ഊബി നിന്നാണ്. അടുത്ത ഈ കടയിൽ കയറുന്നത് സെലക്ഷൻ ഫുട്വെയർ. ഇതിപ്പോ നിങ്ങളതല്ലേ? കേറു കേറു. ഇതെടുത്തിട്ട് കത്തും. കോളേജ് കത്തും. എടുത്തോ. വള്ളിച്ചെരുപ്പാണെന്ന് അറിയില്ലേ? അംഗൻവാടിയാന്ന് പറയും. അതെടുത്തോ, കൊച്ചിന് കൊടുക്കാം. എന്റെ മോക്ക്. മോക്കോ? അതൊരു കൊച്ചിനാക്കി. അവിടെ കിട്ടും ഹൈറ്റുള്ള നമ്പർ 3. അവിടെ സൈസിനൊത്ത സാധനം കിട്ടിയില്ല. ഭയങ്കര ഹൈറ്റ് കൂടുതലുണ്ട്. ഒരു കടയിൽ സാധനം കിട്ടുന്നില്ല. അത് മേലെ തന്നെ ഹൈറ്റ് അഞ്ചു കൊടുക്ക്. എന്റെ എന്താ ഫോണിൽ കൊള്ളുന്നില്ല. 4ാമത്തെ കട. ഈ കോളേജ് MB കോളേജ്. അഞ്ചാമത്തെ കടയും കഴിഞ്ഞു. സാധനം കിട്ടിയില്ല. 6 6ാമത്തെ കടയും കഴിഞ്ഞു. ചെക്കൻ ചെരുപ്പ് ഹൈറ്റ് ചെരുപ്പിട്ട് തലശ്ശേരി എങ്ങും ചെരുപ്പില്ല. എന്ത് ഹൈറ്റാണ്. പണ്ട് ഇതേമാതിരി ഡ്രസ്സ് വാങ്ങാൻ വന്നിട്ട് ഒരു ഹൈറ്റിലൊക്കെ സാധനം കിട്ടിയില്ല. ഞാൻ അടിക്കാൻ പറ്റില്ല. കേസായാലോ. എനിക്ക് ഗൾഫിലൊക്കെ പെണ്ണൊക്കെ ഉള്ളതാ. പെണ്ണെട്ടിട്ട് അയ്യോ സോറി, ഗൾഫിൽ പണിക്ക് പോയാലല്ലേ ബിഹാറിൽ പെണ്ണ് കെട്ടാൻ പറ്റും. ആടെ പൈസ ഒന്നുമില്ല. നീ ആടെ കയറിക്കോ. എന്റെ വാപ്പ ഗൾഫിനൊന്നല്ലേ. ചെക്കന്റെ വാപ്പ ഗൾഫിനൊന്നു തിട്ടർ മുട്ടു. ഒരു വാപ്പന് തിട്ടർ മുട്ടു. മുട്ടു വാപ്പനെ വരെ മിസ്റ്റർ മുട്ടു. 7, 8, 9, 10, 12 ബ്രാൻഡിന് ചെരുപ്പുണ്ട്. അല്ലാതെ അതിന്റെ ചെരുപ്പിന്റെ ബ്രാൻഡ് അല്ലല്ലോ. അതല്ല, ഇത്രയും ചെരുപ്പുണ്ടായിട്ട് എത്ര നല്ല കട ഉണ്ടായിട്ട് ഓൻ പോണ പീടിയ അപ്പുറത്ത് ലോക്കൽ ഏഷ്യനോ കാഴ്ച. ഫൈനലി വേറെ കട. ഇത് 8ാമത്തെ കടയാ തോന്നുന്നു. 9. ഓനെ അതെടുത്തിട്ട് പറയും വെള്ളമായിട്ട് മതി. ഡൽഹി കിട്ടുവോ? ഇവിടുന്ന് കിട്ടുവോ? ഇല്ല, കിട്ടൂല. വെള്ളം മതിയെന്ന്. കോഴിക്കോട് നോക്കട്ടെ. എടുത്തോ എന്ന് പറഞ്ഞേ.
നമുക്ക് ഇവിടം വരെ നമ്മളെ കൂട്ടിയിട്ട് ഇവിടെ വന്നിട്ട് നമ്മളോട് പറഞ്ഞു നമുക്ക് സെൻസ് ഇല്ല, ആരോമല്ല സെൻസ് ആണ് പോളിന്റെ യൂണിഫോം ഷർട്ട്. കിട്ടിയില്ല. നേരത്തെ 12ാമത്തെ കട. നമ്മുടെ മഹാൻ ആരോ അപ്പൊ APJ അബ്ദുൽ കലാം ഉണ്ട് അവിടെ. അയ്യോ വണ്ടി കാണാൻ പറ്റുന്നില്ല. നമ്മള് 12ാമത്തെ കട. യെസ്, ഇത് ലാസ്റ്റ് കടയല്ല, ഇത് 12ാമത്തെ കടയാണ് വേണ്ടത്. കോണിലെല്ലാം കയറിയിട്ട് വേണം പോയാൽ. മൂട് കിട്ടി ചെരുപ്പ് കിട്ടി ഇവിടെ നിൽക്കി. ഇതൊരു ഫാക്ടറി പോലെയാണ് ഗൈസ്, കുറേ ഉണ്ട്. കാണിച്ചു കിട്ടിയടാ കൊറേ. ഇതാ ഇത് വെള്ള, ഫുള്ള് വെള്ള. പച്ചത് വേണ്ട, നീ രണ്ടെണ്ണം പോ. കുറച്ച് പൈസ എടുത്താൽ എനിക്ക് മന്തി വേണം. പൈസ ഇത് മന്തി എന്റെ അടുത്ത് ഞാൻ മന്തി മേടിച്ചല്ലേ. വെള്ള എന്റെ മൊത്തത്തിട്ട് ഞാൻ ഒരു കൊല്ലം ഫുള്ള് കഴിച്ച്. അങ്ങനത്തെ ടൈപ്പ് വേണ്ട. ഇപ്പൊ പറഞ്ഞ് കാണിച്ചു തരാൻ ഇവിടെ അതുണ്ടോ, അതാ ബ്ലാക്ക് എടുക്ക. ജോർദാൻ ഈ ബ്ലാക്ക് മതിയോ? അല്ല, ഇത് വേറെ മോഡലുണ്ട്. ഇതിന്റെ ഇതിലത്ര നീളം കൂടിയിട്ടൊന്നുമില്ല, കുറച്ച് നീളം കൂടിയിട്ട് 10-12 നിങ്ങൾക്ക് എടുത്തോ ഹൈറ്റ് അനുസരിച്ച്. 10 പണ്ടത്തെ ചെരുപ്പ്, ഈ ചെരുപ്പാണ് ഉപയോഗിച്ചത്. ഇതിപ്പോൾ ഈ ചെരുപ്പ് പറ്റില്ല, പുച്ഛം. കാസർഗോഡ് ഫസ്റ്റ് ഹൗസിൽ ഉപയോഗിച്ച ചെരുപ്പാണ് ഈ ചെരുപ്പ്. പുച്ഛം, ചിരിക്കണോക്കി. ഇത് തോണിയടാ, കപ്പല്. ഇത് കിട്ടിയാൽ വെള്ളത്തിൽ ഇറങ്ങിയാ പൊന്തി വെക്കും. ഇത് എവിടെ നടന്നു കൊണ്ടേക്കാല് ചേട്ടൻ തല്ലു. 100 ടൗണ് ചെരുപ്പ്. ഗൈസ് 12ാമത്തെ കടയും കഴിഞ്ഞു. ഇനി അടുത്ത് 13ാമത്തെ കട. 100 നിർത്തുക പറയുന്നത്. കയ്യിലാ 500 റുപ്യ ഉണ്ട്. അവന്റെ തന്തക്കിട നിന്റെ തന്തക്കിടാണോ തൊട്ടുമുട്ടുക്ക്. 4ാമത്തെ കട. ഉള്ളിൽ കയറിയപ്പോ പകല്, ഇപ്പൊ രാത്രി ഒറ്റടി. ചെരുപ്പ് ഇട്ടത് ചെരുപ്പല്ലേ? അല്ല, പാന്റ് കൂടിയ ചെരുപ്പ് കാണൂല. ഡെലിവറി ടേസ്റ്റ്. അപ്പുറത്തെ കടയില അപ്പുറത്തെ കടയിൽ ഇപ്പോഴും അയാൾ ചെരുപ്പ് വെള്ളച്ചെരുപ്പ് തപ്പിക്കൊണ്ടിരിക്കുക. നമ്പർ എടുത്തിട്ട് വിളിക്കുക. നമ്പർ എടുത്തിട്ട് വെള്ളം ഒഴിക്കുക, വിളിക്കുന്നു. വെള്ളം മഴയുണ്ടാവുന്ന പറഞ്ഞു. എന്ത് ഹൈറ്റടാ, നീ അത്ര ചെറുതടാ. നല്ല ചെരുപ്പുണ്ട്, കംപ്ലൈന്റ് അത് ചെരുപ്പ് പറ. പൈസ ചെരുപ്പ് നല്ല ചെരുപ്പ്. ഇത് രണ്ടും അല്ലേ ഇത് രണ്ടും ഒരുപോലെ ഇല്ലേന്ന് അരി ഇവൻ ആരാണ്? ഇതിന്റെ കളർ എന്ത്? വെള്ള. ഇത് ഇവിടുത്തെ കളർ എന്ത്? മഞ്ഞ. കാപ്പി. ഇവിടുത്തെ കളർ എന്ത്? കറുപ്പ്. ഇവിടുത്തെ കളർ എന്ത്? കറുപ്പ്. ഇവന്റെ കണ്ണിന് തിമിരം. അത്ര നല്ല ചെരുപ്പുണ്ടായിട്ട് ഇത് ചെരുപ്പാണെന്ന് ചെരുപ്പത്തെ ആൾക്കാരുണ്ടാവും ഇങ്ങനെ അഹങ്കരിക്കുന്നത്. അച്ഛൻ ഗൾഫിലൊന്ന് ചോദിച്ചാൽ തുടർമുട്ടൊന്ന് ചോദിച്ചിട്ട് കാലിൽ ചെയ്തിട്ടുണ്ട്. മോശമാണ്. എന്റെ കാലുണ്ട്. ഇപ്പം മറ്റേ ആവശ്യമാണ് കയറിയുണ്ട്, വലിയ കയറിയുണ്ട്. എന്റെ കാല വൈക്കോലോ. ഓ നല്ല രസമുണ്ട്, എനിക്ക് രസമുണ്ട്. അവിടെ കിട്ടാത്ത ഷോറൂമൊക്കെ വിളിച്ചു വരുത്തി. ഇത് വേറെ കടയൊക്കെയാണ് പോണത്. ഇത് 15ാമത്തെ കട. ഇതെല്ലാം കാണിക്കണം. ലാസ്റ്റ് ഫാക്ടറിയിൽ എത്തുന്നുണ്ട്. ഫാക്ടറിയിലേക്ക് വന്നു പുതിയ ഷൂ അടിച്ചിട്ടുണ്ടാക്കാൻ.
അളവിന് നോക്കിയിട്ട് കണക്ക് സൈസ് എല്ലാം നോക്കിയിട്ട് അപ്പൊ അങ്ങനത്തെ കടയിൽ പോകേണ്ടി വരും ഇവനെ കൊണ്ട്. അതിന്റെ ബ്ലാക്ക് വിജിത്തിന്റെ ചെരുപ്പ് ചെരുപ്പ് ഓക്കെ. അവന്റെ സൈസിനകത്ത് ചെരുപ്പ് ഇട്ടാത്തോണ്ട് ചെരുപ്പ് ഉണ്ടാക്കാൻ ഇതേത്തെ വ്ളോഗറാ എന്നെ കണ്ട് കഴിച്ചു. എന്റെ വ്ളോഗാണ് കോപ്പി അടിച്ചിരിക്കുക. എന്റെ ഫോൺ ഐഫോൺ ഗായ്സ് ഫാക്ടറി വരെ കഴിഞ്ഞു. ഒറ്റ ചെരുപ്പ് ഇട്ടില്ല. ഇനി പഠിച്ച മേളിൽ വന്നിട്ട് പുതിയ ചെരുപ്പ് ഉണ്ടാക്കി കൊടുക്കേണ്ടി വരും. ഒന്നുകൂടി വരാം. നമ്മൾ ഇന്ന് ചെരുപ്പ് വാങ്ങിച്ചിട്ടേ പോകുന്നുള്ളൂ. ചെരുപ്പല്ല ചെരുപ്പ് അതെ അത്. ഗായ്സ് 15ാമത്തെ കട എന്താണ് ഹിൽട്ടൺ. 15ാമത്തെ കട പ്രൊമോഷൻ ചെയ്തിട്ട് തലശ്ശേരി അങ്ങാടിയില് പഴയ സ്റ്റാൻഡിൽ നിന്ന് പുതിയ സ്റ്റാൻഡിലേക്ക് യാത്ര. അത് എനിക്ക് ഉണ്ടായ ചെരുപ്പ. 15ാമത്തെ കടയും കഴിഞ്ഞു. അവിടെ ചെരുപ്പ് കിട്ടിയില്ല. ഇനി അടുത്ത കട 16ാമത്തെ കട സാൻഡ് വ്യൂ ഫുട്വെയർ സെന്റർ. ഇവിടെ കയറുന്നില്ല. അല്ല ഇവിടെ കയറാൻ ചിലപ്പോ ഇവിടുന്ന് കിട്ടും. പെണ്ണുങ്ങൾ പോലും ഇത്ര ടൈം എടുക്കില്ലാന്ന്. ഇല്ലാന്ന് ആരും 2-3 കട പോയി എടുക്കാന്ന്. ഇത് പെണ്ണ് അപ്പുറം കഴിഞ്ഞിരിക്കണ്. എന്താ ഇത് പെണ്ണിൽ ആണില് വേറെ എന്തോണ്. അതായത് ഇത്ര ടൈം എടുക്കുന്ന സെലക്ഷൻ ചെയ്യാതെ. ഇവന്റെ ജീവിതത്തിൽ ഒരു പെണ്ണ് കിട്ടിയില്ല. കാരണം എന്താ ഇവ സെലക്ട് ചെയ്ത് ഇവന്റെ കാലം കഴിയും തന്തയാവുന്നു. വെറുതെ പെണ്ണിട്ടത് ഞാനല്ല ഇവനെ. അവരെ വിഷമമുണ്ടോ നിനക്ക്? 17ാമത്തെ കട തലയപ്പം മുട്ടും. 17ാമത്തെ കട വെറുതെ ഇങ്ങനെ കിട്ടിയാൽ മതി പഠിച്ചോനെ. 17 കഴിഞ്ഞു. ഞാൻ 18ാമത്തെ കട 18. നൂറല്ലേ 18 കഴിഞ്ഞു. അവിടെ കിട്ടും. വേറെ 19 കട കണ്ടു. ഗോൾഡൻ സ്റ്റാർ. ഇതിനെ കാട്ടില്ല ഒരാള് 19 കട 19ാമത്തെ കട. ഫൈനലി ചെരുപ്പിസ്റ്റേ 19ാമത്തെ കട പോയി. ഇതും ഇഷ്ടമില്ലാന്ന് പറഞ്ഞ. ആർക്കാ? കൊച്ചിനാ എത്ര ഉണ്ടാവും? ഇത് 20ാമത്തെ കട. 20 ആയി. 20 20ാമത്തെ കട 20ാമത്തെ കട 20 കിട്ടും. നൂറല്ലേ ഒരു സ്ഥലത്ത് എടുക്കാൻ സാധനങ്ങളെ ഉണ്ടാവുള്ളൂ. ഇത് 21ാമത്തെ കടയാണ്. 21ാമത്തെ കട മടുത്തു. പറയാൻ പോലും വഹിക്കുന്നില്ല. 21 സത്യം മടുത്തു. 21ാമത്തെ കടയാണ്. ഒന്നും കിട്ടിയില്ല. മടുത്തു. ഞാൻ ഇവിടെ ഇരിക്കുന്നു. സുന്ദരമായി ഇരിക്കുന്നു. നോക്കട്ടെ ചെരുപ്പ് കാണിച്ചു കൊടുക്കുക. എങ്ങനത്തെ ചെരുപ്പ്? ഇതാണ് ചെരുപ്പ്. നിങ്ങളെ നാട്ടിലെ എവിടെ കടയില് ചെരുപ്പ് ഉണ്ടെങ്കിൽ ഏത് ഈ ചെരുപ്പ് ഇവിടെ കേറെ പീടികയിലുണ്ട്. പറഞ്ഞൂടെ ഇപ്പൊ പറയേണ്ടതിന് വെള്ള ചെരുപ്പല്ലേ കറുപ്പ് ചെരുപ്പല്ലേ? എന്ത് നാട്ടിൽ നമ്മൾ വന്ന സ്ഥലത്ത് പിന്നെ കറങ്ങി തിരിഞ്ഞ് അവിടുത്തെ വന്നപ്പോ നല്ല വെളിച്ചെണ്ണയായി. ഇപ്പൊ ഇരുട്ടായി. സൂര്യ ഇരുട്ടായി. ഇതൊരു ചെരുപ്പ് കിട്ടിയില്ല. 2 മണിക്കൂർ അയ്യോ ബസ്. 23ാമത്തെ കട ഞാൻ കയറുന്നില്ല. നമുക്കിവിടെ ഇരിക്കണം. ഇതൊന്നും 23ാമത്തെ കട കയറിയിട്ടുണ്ട്. കിട്ടുമെന്ന് അറിയില്ല. നമുക്കിവിടെ നിൽക്കാം. ക്ഷീണിച്ചു. ചെക്കന്മാർ ക്ഷീണിച്ചു. ഞാനും ക്ഷീണിച്ചു. എന്താ പറയല്ലേ? ഞാൻ പറയാ നമുക്ക് സ്വപ്നം കണ്ട ചെരുപ്പ് ഉണ്ടാക്കിക്ക. ഞാൻ മറ്റേ പരിപാടിക്കില്ല.
ഇപ്പൊ കിട്ടിയ വിവരം എന്ന് വെച്ചാല് തലശ്ശേരിന്റെ ചെരുപ്പിന്റെ അസോസിയേഷൻ ഉണ്ടല്ലോ, ഇവന്റെ ഫോട്ടോസ് ചെരുപ്പിന്റെ അസോസിയേഷൻ ഗ്രൂപ്പിൽ ഇട്ടാണ്. ഇവൻ എവിടേക്ക് വന്നാലും കയറ്റി എല്ലാ കടിയും കയറിയിട്ട് ചെരുപ്പെല്ലാം നോക്കിയിട്ട് ഇറങ്ങി പോകാൻ പരിപാടി. അതുകൊണ്ട് അങ്ങനെ പുതിയ സാധനം വന്നു തലശ്ശേരി ചെരുപ്പ് അസോസിയേഷന്റെ ഒരു ഗ്രൂപ്പില്. ഓനെ കയറ്റി ഗായ്സ് ഇവിടുന്ന് കിട്ടിയില്ല, ഞങ്ങളില്ല, നിങ്ങൾ പോയിക്കോ ഗായ്സ്. അതും കഴിഞ്ഞു 22-23 കട കഴിഞ്ഞു. നമ്മൾ മടുത്തു. നമ്മള് ലാസ്റ്റ് ബസ് സ്റ്റാൻഡിൽ ഇറങ്ങിയ സ്ഥലത്തിന് പിന്നെ എത്തി. 2 മണിക്കൂർ തലശ്ശേരി കട കഴിഞ്ഞു. ഇനി ബസ് കയറിയിട്ട് നമ്മള് കാസർഗോഡ് വന്നു ചെരുപ്പെടുക്കാൻ. അതാണ് സ്നേഹബന്ധം. എന്തോ പറയും 24ാമത്തെ കട, 25ാമത്തെ 24ാമത്തെ കടയിൽ നമ്മൾ നിൽക്കുന്നുണ്ട്. നമ്മൾ കയറിയിട്ടില്ല. നമ്മൾ വീണ്ടും ഇവിടുന്ന് കമ്പീന്ന് ഇരിക്കുന്നു. ഫൈനൽ ചെരുപ്പ് കിട്ടിയെന്ന് പറഞ്ഞ കിട്ടിയോ? ഡെൽവി കിട്ടിയോ? അപ്പൊ നമ്മ എന്ത് ചെയ്യുന്നു? അയ്യോ ആമസോൺ നോക്കി കിട്ടൂ. എന്താ വന്നേ? ഇത് ലാസ്റ്റ് കടയാണ്, 26ാമത്തെ കട. ഇവിടെ കിട്ടി നമ്മൾ നിർത്തും. ആരെങ്കിലും നമ്മൾ വിളിയിരിക്കുന്നവിടെ. ഇത് അവസാനത്തെ കട എന്ന് പറഞ്ഞത് ഫുട്വെയർ ഹൈപ്പർ മാർക്കറ്റ്. 30ാമത്തെ കട, അവസാനത്തെ കട എന്ന് പറഞ്ഞത്. ഇവിടെ കിട്ടി നമ്മൾ നിർത്തും. ഇതെന്നടാ നല്ല കറക്റ്റ് പൊസിഷനിൽ നിൽക്കുന്നത്. ഡെൽവി എന്നാ പൊസിഷനാ? ഡെൽവി ക്ഷീണിച്ചു. എന്നാ പറയടാ, എനിക്ക് പറയാൻ പറ. 27 കടയിൽ കയറിയിട്ട് ചൂടാവാ. ഞാൻ പറഞ്ഞു എന്നോട് വരാറുണ്ട്. എന്ത് ഫ്രസ്ട്രേഷൻ നിനക്ക് ചെയ്യ. ഫസ്റ്റ് കയറിയ കടയിലെല്ലാം ഫൈനൽ കിട്ടി. പക്ഷെ ഉഷാറൊന്നുമില്ല. കിട്ടിയെന്നാ പറഞ്ഞ. കിട്ടി 30ാമത്തെ കടയിൽ ചെരുപ്പ് കിട്ടി ചെക്കന്. സന്തോഷം. 100അല്ല 30ാമത്തെ കട. കറക്റ്റ് ഇത് എണ്ണി വെച്ചാണ്. 410 രൂപയ്ക്ക് ചെരുപ്പ് ചെക്കൻ വാങ്ങി. സന്തോഷം നോക്കിയാ. ഇനി ടർക്കി വേണമെന്നാ പറയുന്നത്. അവിടെ ഒരു ഫുട്പാത്ത് പോലത്തെ ഒരു കടയുണ്ട്. ഇത് എവിടാടാ? ചെരുപ്പിട്ടി 30ാമത്തെ കടയിൽ ചെരുപ്പിട്ടി. ഇനി ഭാഗ്യം ടൗണിൽ ടർക്കിയല്ല, ചെക്കന് ഡെലിവറി ടർക്കിയാണെന്ന്. നമ്മളൊരു പ്രശസ്തനായ ഗായകൻ നമ്മളിപ്പോ അറിയോ? ഡെൽവിനെ എവിടുന്നാണ് നമ്മള് ടർക്കി മേടിക്കുന്നത്? തൂക്കി വിൽക്കുന്ന കടയിൽ ടർക്കി. ഡെൽവി ഒറ്റ കടയിലാണ്, കട മാറൂല. അത് തിളങ്ങും. അതല്ല കളറല്ല, കംഫേർട്ട് ചെയ്താ തുടക്കുമ്പോ വെള്ളം ഏതാ പോവാന്ന് ആലോചിച്ച് നോക്കി എടുത്താൽ മതി. എന്നിട്ട് മറ്റേ ബിബിഷ് വാങ്ങിയില്ലേ വെള്ളം പോവാത്ത ഇന്ത്യന്റെ ഫ്ലാഗോ? ഇന്ത്യന്റെ കളറിലുള്ള ഒരു തോർത്തുകൊണ്ട് കിട്ടിയിട്ടുണ്ട്. ഗായ്സ് നമ്മൾ പർച്ചേസിങ് കഴിഞ്ഞിരിക്കുന്നു. ഗായ്സ് 2 സാധനം രാവിലെ ഇറങ്ങണം, രാത്രി തീർക്കണം. ഗായ്സ് നമ്മൾ ടൗണിൽ ചെരുപ്പ് വാങ്ങി ബസ് കയറി പോകുന്നു. ഹോസ്റ്റലെത്തി. അപ്പോ വേറെ ഒന്നുമില്ല, കഴിഞ്ഞു. ഇത്രയുള്ളൂ. ടാറ്റാ.